മക്കൾസ്, എടാ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഫിസിക്സുമായി ബന്ധപ്പെട്ട് ചില സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടുകളുണ്ട്. സാർ അങ്ങനെ പറഞ്ഞാൽ എന്താ? എടാ സ്കൂളുമായി ബന്ധപ്പെട്ട് കുറേ ഫിസിക്സിന്റെ മെറ്റീരിയൽസ് തയ്യാറാക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇത്തവണ നിങ്ങൾ എഴുതാൻ പോകുന്ന 9ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാം, ഏത് ഫിസിക്സ് എക്സാം, മിക്ക കുട്ടികൾക്കും ടഫായിരിക്കും. എന്താ സാർ അങ്ങനെ പറയാൻ കാരണം? അതിനും ഒരു മിനിറ്റ്, ഇന്ന് ഓൾറെഡി നിങ്ങൾ 2 എക്സാം എഴുതിയല്ലോ. ആ എക്സാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും ഏത് ഫിസിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഏതാണെന്നും ഒന്ന് താഴെ കമന്റ് ചെയ്യുക. സാറേ എനിക്ക് കറന്റ് ഇലക്ട്രിസിറ്റി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സൗണ്ട് ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള ചാപ്റ്ററില്ലേ അതിൽ ഏത് പാടാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അത് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെ തിരിച്ചു പാടാം. ഇവരുടെ അഭിപ്രായത്തിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് കുട്ടികൾക്കാണ് ഫിസിക്സ് ടഫ് ഉണ്ടാകുക. ഒന്നാമത്തെ ആൾക്കാർ, സാറേ എന്താണെന്നറിയാതെ വെറുതെ വാരി വലിച്ച് ഇങ്ങനെ കാണാപ്പാടം പഠിക്കുക. അതാ എന്താന്ന് വെച്ചാൽ കിട്ടിയതൊക്കെ വെറുതെ ഇങ്ങനെ പഠിച്ചിങ്ങനെ കാണാപ്പാടം പഠിച്ചിങ്ങനെ കൊണ്ടുപോകുക. ആ ടീംസിന് ഫിസിക്സ് ടഫായിരിക്കും. രണ്ടാമത്, വെറും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോവുക. ഇന്ന ചോദ്യം വന്നാൽ ഇന്ന ഉത്തരം എഴുതണം, ഇന്ന ചോദ്യം വന്നാൽ ഇന്ന ഉത്തരം എഴുതണം, ഈ ചിത്രം കണ്ടാൽ ഇങ്ങനെ പറയണം. റെഡിമെയ്ഡ് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറും മാത്രം പഠിച്ചാൽ അവർക്കും ഫിസിക്സ് ടഫായിരിക്കും. ഇപ്പം മിക്കവാറും ഐഡിയാസിനെ ബേസ് ചെയ്തിട്ട്, ചില കോൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാകുക. സോ എൻ്റെ മക്കളെ, എങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിക്കും സാറെങ്കിൽ ഡെക്കറേഷൻ അടിക്കാതെ നിങ്ങൾക്ക് മനസ്സിലായി ഫിസിക്സ് എക്സാം ടഫായിരിക്കും, അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടാകുന്നു. നിങ്ങളൊരു പേടിയും പേടിക്കരുത്. ഇതുവരെ ഒന്നും പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിലും, അതായത് ഇന്ന് വരെ ഒരു തേങ്ങ പഠിച്ചില്ല എന്നിരിക്കുക, ഫിസിക്സിൽ 1ാം പാഠം അറിയില്ല, 2ാം പാഠം അറിയില്ല, കറന്റ് ഇലക്ട്രിസിറ്റി അറിയില്ല, ഒന്നും അറിയില്ല എന്നിരിക്കുക, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ട ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ, എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഈ 3-4 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ക്രിസ്മസ് എക്സാം അല്ലാത്ത പബ്ലിക് എക്സാം തൂഫാനാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. സോ ഗൈസ്, ഇന്ന് രാത്രി 7 മണിക്ക് എജുപോർട്ടിന്റെ ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഒരു കാരണവശാലും മിസ്സാക്കരുത്. പല ആൾക്കാരും പറയാറുണ്ട് 9ാം ക്ലാസ് സെറ്റ് ആക്കിയാൽ 9ാം ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് +1 ഉണ്ടാകുക, 10ാം ക്ലാസ്സിന്റെ ബേസ് ഉണ്ടെങ്കിൽ 9ാം ക്ലാസ് റെഡി ആവണം. മക്കളെ, ഇപ്പോഴും ഞാൻ പറയാൻ സമയമുണ്ട്. ഈ വീഡിയോ നിങ്ങൾ എന്നാണോ കാണുന്നത് അന്നെ പോയിട്ട് ഈ സ്റ്റഡി പ്ലാന്റെ ലൈവ് എടുത്ത് കണ്ടുവെക്കുക. ഇതിന് താഴെ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും 2 ലിങ്ക്. അതിൽ 1ാമത്തെ ലിങ്ക് ആയിരിക്കും നമ്മുടെ സ്റ്റഡി പ്ലാന്റെ. വേഗം പോവുക, അതൊന്ന് ലൈക്ക് അടിച്ച് വെക്കുക. ആ ലൈവിന്റെ സമയത്ത് വന്ന് കാണുക. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, ഫ്രണ്ട്സിനെയും കൂട്ടുക. നിങ്ങൾ ക്ലാസ്സിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള കൂട്ടുകാരൊക്കെ വിളിക്കുക, നമ്മൾ തകർക്കും. അതിനും ഒരു കാര്യം കൂടി, ഫിസിക്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ട്രിക്കുകൾ, ഓരോ പാഠത്തിലും നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഓരോ പാഠത്തിലും പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, പ്രധാനപ്പെട്ട ഗ്രാഫുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. സോ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള, ഈസി ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ പറഞ്ഞു വാട്സപ്പിന്റെ യൂട്യൂബിന്റെ കമന്റ് നോക്കുക. അതിൽ 2ാമതായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും, ഒരു കമന്റിൽ 2ാമതായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഒരു പൈസയും വേണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ ഞാൻ എൻ്റെ മക്കളോട് പിന്നെയും പറയാണ്, ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഫിസിക്സ് ടഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ, ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിലും ക്ലാസ്സിലെ ടോപ്പറായിട്ട്, 9ാം ക്ലാസ്സിലെ ടോപ്പറായിട്ട് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പൊളിച്ചെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ വാടാ സ്റ്റഡി പ്ലാനിലേക്ക് പോവാ, അവിടെ കാണാം. ഓക്കെ, സോ ഗൈസ്, സീ യു ദേർ, ബൈ.